പരിശുദ്ധമായ വെള്ളിയാഴ്ച സയ്യിദുൽ അയ്യാമാണ്, ദിവസങ്ങളുടെ നേതാവാണ്. എന്തുകൊണ്ട് ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ചയായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് പറയുന്ന കാരണം, മുസ്ലിം ലോകം ആ വെള്ളിയാഴ്ചക്ക് ആദരവ് പ്രകടിപ്പിക്കാനുള്ള, ജുമുഅ സംഘടിപ്പിക്കാനുള്ള അതിൻ്റെ കാരണം അള്ളാഹിൻ്റെ റസൂൽ പറയണത് നിരവധി കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഫീഹി ഖുലിഖ ആദം, അന്ന് ആദം നബി അലൈഹി സ്വലാമിൻ്റെ ജന്മദിനമാണ് എന്നതാണ്. തിങ്കളാഴ്ചയുടെ മഹത്വം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞപ്പോൾ, തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സ്വഹാബത്തിന് സ്വാഭാവികമായി സംശയം ഉണ്ടാവുമല്ലോ, തിങ്കളാഴ്ചക്ക് എന്താ പ്രത്യേകത? അന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പറഞ്ഞ കാരണം ഫീഹി ഖുലിഖ്തു, അന്ന് എൻ്റെ ജന്മദിനമാണ് എന്നാണ്. ജന്മദിനത്തിൻ്റെ പ്രത്യേകത ഈ ഹദീസിൽ നിന്ന് തന്നെ ധാരാളം നമുക്ക് വ്യക്തമല്ലേ? മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് തങ്ങളുടെ അപദാനങ്ങൾ വാഴ്ത്തുകയും ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് അതിന് മാത്രം ഒരു സ്റ്റേജ് കെട്ടിക്കൊടുക്കുകയും ചെയ്ത ചരിത്രമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹിൻ്റെ റസൂലിൻ്റെ തിരുപിറവിയിൽ സന്തോഷിച്ചു എന്നൊരൊറ്റ കാരണത്തിന് അബൂലഹബിന് എല്ലാ തിങ്കളാഴ്ചയും നരകശിക്ഷയിൽ നിന്ന് ഇളവുണ്ട് എന്ന് സ്വഹീഹുൽ ബുഖാരി തന്നെ പറഞ്ഞതല്ലേ. പിന്നെ അവർ നമ്മൾ ഇന്ന് ചെയ്യുന്ന രീതിയിലായിരുന്നില്ല അവർ ചെയ്തിരുന്നത്. അവരെല്ലാ ദിവസവും എല്ലാ സമയത്തും അള്ളാഹിൻ്റെ റസൂലിൻ്റെ മദ്ഹ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവർ ഏത് സദസ്സ് ഒരുമിച്ച് കൂടിയാലും സ്വഹാബത്തിൻ്റെ പണി, താബീങ്ങളുടെ പണി അള്ളാഹിൻ്റെ റസൂലിൻ്റെ മദ്ഹ് പറയലാണ്. പിൽക്കാലത്ത് ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ഏർപ്പാടില്ലാത്തത് കൊണ്ട് നമ്മൾ വർഷത്തിലൊരിക്കലെങ്കിലും നമ്മളത് ചെയ്യുന്നു. ഇവിടെ ഒരു വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ വർഷത്തിലൊരിക്കൽ പുണ്യനബിയുടെ മദ്ഹ് പറയുന്നതിന് തെളിവില്ല എന്ന് പറയുന്ന ആളുകൾ എന്നാൽ എന്നെങ്കിലും അവർ ചെയ്യട്ടെ, വർഷത്തിലൊരിക്കൽ വേണ്ട, ഏതെങ്കിലും ഒരു ദിവസത്തിൽ അവർ ചെയ്യട്ടെ. അത് ചെയ്യില്ലല്ലോ. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണമെന്ന് ഖുർആൻ്റെ ആഹ്വാനമാണ്, നസ്വാണ്. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. സത്യത്തിൽ ഇന്ന് ഖുർആൻ്റെ നസ്വായ സ്വലാത്ത് ഏതെങ്കിലും ഒരു മുജാഹിദിൻ്റെ പള്ളിയിലോ ജമാഅത്തിൻ്റെ പള്ളിയിലോ നടക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു സ്വലാത്ത് വെള്ളിയാഴ്ച രാവിന് പുണ്യമില്ലെങ്കിൽ അത് വേണ്ട, തിങ്കളാഴ്ച രാവിന് പുണ്യമില്ലെങ്കിൽ അത് വേണ്ട, ഏതെങ്കിലും ഒരു സമയത്ത് നടക്കുന്നുണ്ടോ? പിന്നെ പറയുന്ന മറ്റൊരു കാരണം മൗലിദിൻ്റെ ഈരടികളിലും മങ്കൂസ് മൗലിദിലും ഷറഫുൽ അനാമിലൊക്കെ ഷിർക്കിൻ്റെ വരികൾ കടന്നുകൂടിയിട്ടുണ്ടെന്നാണ്. എന്നാൽ പിന്നെ ഷിർക്കിൻ്റെ വരികൾ മാറ്റിവെച്ച് ബാക്കി ചൊല്ലണ്ടേ? അതുമില്ലല്ലോ. അല്ലെങ്കിൽ ഷിർക്കിൻ്റെ വരികൾക്ക് പിന്നെ പകരം മറ്റൊരു വരി അവരുണ്ടാക്കണ്ടേ? അതും അവർ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അസുഖം വേറെയാണ്. ബിദ്അത്തിൻ്റെ വിഷലിപ്ത് അവരുടെ ഈ ഹൃദയത്തിൽ കടന്നുകൂടി കഴിഞ്ഞാൽ അത് ആരായിരുന്നാലും ശരി, വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ പറഞ്ഞ് പൊതുജനങ്ങളെ അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതല്ലാതെ മറ്റൊരു അജണ്ടയും അവർക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനങ്ങളും അവിടുത്തെ ജന്മദിന ആഘോഷത്തിൻ്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന പരിപാടികളൊക്കെ സമൂഹത്തിലെത്തിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്, ഏറ്റവും ശ്രദ്ധേയമായ ദൗത്യമാണ്. ഇത് ആര് ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും അവർ അള്ളാഹുവിൻ്റെ നൂറിനെ ഊതിക്കെടുത്താൻ ശ്രമിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നൂറ് അത് കൂടുതൽ പ്രകാശിച്ച് പ്രോജ്വലിക്കുന്ന പ്രകാശധാരയായി ഉദിച്ച് ഉയരുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല.